ഹോണ്ടുറാസിലെ ചൂട്ടിക്കൽപ്പ രൂപതയിൽപ്പെട്ട ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിനുള്ളിൽ കഴിഞ്ഞ ദിനം ഒരു കൈക്കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയപ്പോഴായിരുന്നു ഇടവക വൈദികനായ അലജാൻഡ്രോ എൻഡിക് റൂയിസ് പ്യൂട്ടോ ആ സംഭവത്തെക്കുറിച്ച് ഓർത്തെടുത്തത്. കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിയിൽ ഒരു പെൺകുഞ്ഞുമായി നിൽക്കുന്ന അമ്മയെയായിരുന്നു ഫാദർ അലജാൻഡ്രോയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. ആ കുഞ്ഞിനെയാണ് ദേവാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇടവകയിലെ കപ്പ്യാരായിരുന്നു അച്ഛനെ വിവരമറിയിക്കുന്നത്. നിഷ്കളങ്കത തുളുമ്പുന്ന ആ കുഞ്ഞിനെ ആദ്യം തന്നെ വൈദികൻ തൻ്റെ കൈകളിലെടുത്തു. ഇടവകാംഗങ്ങളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ ദേവാലയത്തിലെത്തി വിശന്നിരുന്ന ആ കുഞ്ഞിന് കുപ്പിപ്പാൽ നൽകി അവളുടെ വിശപ്പകറ്റി. ഈ കുട്ടിയുടെ അമ്മയെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സ്ത്രീ ദേവാലയം അടയ്ക്കുന്ന സമയത്തെക്കുറിച്ച് ചോദിച്ചിരുന്നതായി കപ്പ്യാർ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ച് ചെയ്തതാവാമെന്ന് ഫാദർ അലജാൻഡ്രോ പറഞ്ഞു. ഉടൻ തന്നെ ദേവാലയത്തിലേക്ക് പോലീസും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എത്തി അവർ കുഞ്ഞിനെ ചൈൽഡ് കെയർ സെൻ്ററിലേക്ക് മാറ്റി. അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞിനെ നിയമപരമായി നൽകുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വാർത്ത പുറത്തു വന്നതു മുതൽ നിരവധി കുടുംബങ്ങൾ കുഞ്ഞിനെ ദത്തെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ഫാദർ അലജാൻഡ്രോ പറയുന്നു. എന്നാൽ ഇതിന് പിന്നിൽ വലിയ ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയുണ്ട് എന്നതാണ് വാസ്തവം. കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മയെ വിധിച്ചും കുറ്റപ്പെടുത്തിയും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന അനേകം ആളുകളോട് ഫാദർ അലജാൻഡ്രോയ്ക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ: യാഥാർത്ഥ്യമറിയാതെ നമ്മൾ ആ അമ്മയെ വിധിക്കരുത്. അവൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാത്ത പക്ഷം അവളെ കുറ്റം പറയുവാൻ നമുക്ക് യോഗ്യതയില്ല. ഹോണ്ടുറാസിൽ സ്ത്രീകൾ വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന വസ്തുതയും വൈദികൻ എടുത്തു പറഞ്ഞു. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളയുന്നവരെ പോലെ ഈ അമ്മ ചിന്തിച്ചില്ലല്ലോ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്.